ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഡ്യൂസിൽഡെ ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ ഏകദേശം ട്രെസ്ലെച്ചസ് കേക്കിനെ പോലെയാണെങ്കിലും ട്രെസ്ലെച്ചസിനേക്കാളും ഇരട്ടി ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ ഡ്യൂസിൽഡെ ലെച്ചസ് കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് വാനില കേക്ക് പല ടൈപ്പിലുള്ളതും വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതും കൂടി ഉൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കണം കേട്ടോ, നമുക്കിത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ, വെറുതെ ഇങ്ങനൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ തന്നെ പഞ്ചസാര മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇതാ പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആവാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റ് ആവാൻ വെക്കുമ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇളക്കി കൊടുത്താൽ ആ പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം തന്നെ വരും പഞ്ചസാര മെൽറ്റായി കിട്ടാൻ. ഇതിപ്പോൾ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര മെൽറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും കൂടുതൽ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവാൻ വെക്കുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ നടുക്കുള്ളതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം സൈഡിലുള്ളതൊക്കെയാണ് മെൽറ്റായിട്ട് വരിക. പിന്നെ അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ എല്ലാ പഞ്ചസാരയും മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇതാ പഞ്ചസാര ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായി ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ സോസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്കൊരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളെ കാരമലൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട പിടിച്ചിട്ട് വരും കേട്ടോ. അത് കുഴപ്പമില്ല, സാവധാനം ഇങ്ങനെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കാരമലൊക്കെ ഒന്ന് ഇതിൽ മിക്സായി വരട്ടെ. ഇപ്പോൾ ഇതാ കാരമലും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഇത് ഒന്ന് കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം എത്രയാണോ സോസ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് പാൽ എടുക്കാം. അതുപോലെ തന്നെ ഇതിലെ മധുരം ബാലൻസ്, കണ്ടൻസ്ഡ് മിൽക്കും കാരമലും മധുരമുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സോസിൻ്റെ കട്ടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സോസ് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി ഇതിൽ യോജിച്ച് വന്നിട്ട് കട്ടി സോസിന് കുറവ് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ കട്ടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സോസിൽ അത്യാവശ്യം ആദ്യം പാൽ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് മധുരവും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ മധുരം കട്ടിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
അപ്പോൾ ഇതൊരു പുഡിംഗ് ടൈപ്പിലുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്കിനെ ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. 2 ലെയറായിട്ടാണ് കേക്കിനെ വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ട് നമുക്ക് കേക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് പാർട്ടികൾക്കൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കുകയാണ് കേട്ടോ നല്ലത്. കുറച്ച് തിന്നായിട്ടുള്ള ഒരു കേക്ക് ലെയർ ആക്കി എടുത്താൽ നമുക്ക് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ലെയർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പുഡിംഗ് ഡിഷിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടികൾക്കൊക്കെ നമുക്ക് ഒരുപാട് പേർക്കൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കേക്ക് ഉണ്ടായാൽ തന്നെ ഓരോ ലെയർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ വലിയ ട്രയലൊക്കെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സാധാരണ ട്രെസ്ലെച്ചസ് കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കാരമൽ സോസ് കേക്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ പുറത്തെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കണം കേട്ടോ, അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള പിസ്താഷ്യോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കേക്ക് 2 ബൗളിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു കേക്കിനെ നമ്മൾ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് പീസൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബൗളിലും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൗളിലും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഒരു ചെറിയ കേക്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാനുള്ള ഒരു കേക്കാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാരമൽ സോസ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പീസിൻ്റെ മുകളിലും ഈ ഒരു സോസ് കുറേശ്ശെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്